ചിരിമണി കൊഞ്ചൽ കിലുങ്ങുന്ന പാട്ടിന്റെ പ്രിയ വിരുന്നിലേക്ക്, ആലാപന മധുര വിരുന്നിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. അഴകിന്റെ രാഗമധുരവുമായി വന്ന കുഞ്ഞുമിടുക്കൻ നമ്മുടെ കൊല്ലത്തിന്റെ സ്വന്തം പാട്ടുകാരൻ ആര്യക്കുട്ടൻ എത്തുന്നു. വെൽക്കം ആര്യ ഓൺ സ്റ്റേജ്. എന്തോ കുഞ്ഞെ ഏത് പാട്ട് പാടും? കളിവീട് ഉറങ്ങിയല്ലോ. ആഹാ, ഇത് അണ്ണൻ മിക്കവാറും ദിവസങ്ങളെ ഞങ്ങളെ പാടി കേൾപ്പിക്കുന്ന പാട്ടാണ്. അതെ മോനെ, നല്ല പാട്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് പറയാമോ? സിനിമ ദേശാടനം, മ്യൂസിക്കും ലിറിക്സും കൈതപ്പുറം സാറ്, പാടിയത് യേശുദാസ് സാറ്, വർഷം 1990. ആരാ പാടിയെന്ന് പറഞ്ഞ? ശരി ശരി. അപ്പൊ കൊള്ളാം, നല്ല പാട്ടാണ്, നല്ല സെലക്ഷൻ ആണ്. സന്തോഷമായിട്ട് പാടുക. ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
ഗുഡ് മോനെ. ആറിയ എന്തോ നന്നായിട്ട് പാടി മോനെ. താങ്ക് യു സാർ. രസമുണ്ടായിരുന്നു കേട്ടോ. മോനൊരു എന്താണ് പറയുന്നത്, കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് നിന്ന് പാടി. ഇതിനകത്ത് 1-2-3 സ്ഥലങ്ങളാണ് എനിക്ക് ഒരു ചെറുതായിട്ടുള്ള ഒരു ഇടങ്ങേറ് തോന്നിയത്. തുടക്കത്തിലുള്ള ഈ കളി വീടുറങ്ങി താഴത്തോട്ട് പോകുന്നില്ല. അതവിടാണ് കുറച്ച് മോനെ തോന്നിയല്ലോ. അത് അപ്പൊ അതിനകത്തൊരു സ്റ്റെഡിനെസ് വരണമായിരുന്നു അല്ലേ? കളി വന്നല്ലോ. അത് നമ്മള് ഇത് ഓർക്കസ്ട്ര ആയിട്ട് പാടുമ്പോ ഇല്ലേ, പാടിയിട്ട് നമുക്ക് ഇല്ല തൊണ്ട പാടി പാടി വരുമ്പോ പിന്നെ താഴോട്ട് എടുക്കുമ്പോ ഒരു ബുദ്ധിമുട്ട്. അപ്പൊ മോൻ പറയുന്നത് ഓർക്കസ്ട്ര ആണ് കുഴപ്പം. അവര് വായിക്കായിരുന്നു കഴിഞ്ഞാൽ ഓക്കെ ആണോ മോനെ? എന്തായാലും മോൻ പറഞ്ഞു ഞങ്ങൾക്കെല്ലാം മനസ്സിലാവുകയും ചെയ്തു. വേറൊന്നുമില്ല, ഈ ഏറ്റവും ലോ പോർഷൻ മോൻ നന്നായിട്ട് മൈക്ക് അടുപ്പിച്ച് പിടിക്കുക, എന്നിട്ടൊന്ന് പാടിക്കുക നോക്കട്ടെ. കളി വീടുറങ്ങിയല്ലോ, പാട്. കളിവാക്കുറങ്ങിയല്ലോ, ഒരു നോക്കു കാണുവാനിൻ ആത്മാവ് തേങ്ങുന്നല്ലോ. ഇത് കുറെ നാളായി ഞങ്ങൾ പറയാൻ തുടങ്ങിയിട്ട്. കാരണം മോൻ ഇങ്ങനെ മൈക്ക് പിടിക്കും വലത്തോട്ടങ്ങ് പോവും, അറിയാതെ പോവും. ബീഡി അത് തന്നെ പറഞ്ഞത്. എന്നിട്ട് ആ ഓർക്കസ്ട്ര പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? കാരണം ഇതിന് ഓൾറെഡി ഈ പാട്ടിനൊരു ദുഃഖം ഉണ്ട്. മോൻ അതിനെക്കാട്ടിൽ വിറപ്പിച്ചു കഴിഞ്ഞാൽ ആ വിബ്രാറ്റോ കുറയ്ക്കണം. മോൻ സ്റ്റഡി ആയിട്ടുള്ള നോട്ട്സ് പ്രാക്ടീസ് ചെയ്യണം. അതായത് അത് മതി. കാരണം ഈ പാട്ടിനകത്ത് ദുഃഖം ആവോളം ഉണ്ട്, എഴുത്തിലും ഉണ്ട്, സംഗീതത്തിലും ഉണ്ട്. അപ്പൊ അത് നോക്കണം മോന്റെ 2-3 കാര്യങ്ങളാണ്. 1 മൈക്ക്, 2 ഈ വോയിസ് ഷിവർ ചെയ്യാതെ പാടാൻ ശ്രമിക്കുക. അപ്പൊ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നന്നാവും. നന്നായിട്ട് പാടിയിട്ടുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ് മക്കളെ. എന്തോ നല്ല സുഖമുള്ള ഒരു പാട്ട് മോൻ നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. താങ്ക് യു സാർ. ഈ കളി വീട് ഉറങ്ങിയല്ലോ ഒന്ന് പാടാമോ? കളി വീടുറങ്ങിയല്ലോ, ഉറങ്ങിയല്ലോ, അങ്ങനെ സാധനമല്ലേ? ഉറങ്ങിയല്ലോ, കളി വീടുറങ്ങിയല്ലോ, ഉറങ്ങിയല്ലോ, ഉറങ്ങിയല്ലോ. അതുണ്ട്. അതാ പിന്നെ പാടാത്തെ? അത് വേണ്ടെന്ന് വെച്ചു. മനസ്സിലായില്ല. അപ്പൊ പിന്നെ ഇപ്പൊ ഉണ്ടെന്ന് പറഞ്ഞത് അതിപ്പോ ശരത് സാർ പറഞ്ഞല്ലേ. ആ ചരണത്തില് പിടഞ്ഞു പോയി. ഇനി എന്നു കാണുമെന്ന് ഇപ്പൊ തന്നെ ഈ കാണൂല. എന്തിനാ ഇത്ര വിബ്രാറ്റോ? എന്നു കാണും അങ്ങനെ ഇനി എന്നു കാണുമെന്നായി പിടഞ്ഞു പോയി. അതാണ്. നന്നായിരിക്കുന്നു. വെരി ഗുഡ്. ആര്യക്കുട്ടാ, എന്തോ നല്ല സെലക്ഷൻ ആയിരുന്നു, നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സാർ. പ്രശ്നങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ അല്ലേ? ആ ഹമ്മിങ് ഒന്ന് പാടിയേ, ഇടയ്ക്കുള്ള ഹമ്മിങ്. ഇത് അപ്പൊ വന്നില്ല. ആ സാധനം ആ നോട്ടിലേക്കൊന്നും പോയില്ല. അതെ, അത് ടേക്കിന്റെ സമയത്ത് അത് വന്നില്ല. അല്ല, ടേക്കിന് പാടത്തില്ല. കീബോർഡൊന്നും ഇല്ലാത്തപ്പോ ബേസ് കിട്ടുള്ളൂ. അപ്പോഴേ കിട്ടത്തുള്ളൂ. അല്ല, ആദ്യം ഞാൻ പഠിച്ചെന്ന് വെച്ചാ ഇങ്ങനെ അതന്നെ ടേക്കില് പാടിയ ഇതന്നെ ടേക്കില് പാടിയത്. കൃത്യമായിട്ട് അതായിരുന്നു പാടിയത്. അപ്പൊ അത് ശ്രദ്ധിക്കണം കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലാതുകൊണ്ട് ആര്യക്കുട്ടിന് വേണ്ടി സെയിം. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടും ചുറ്റി, മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടും ചുറ്റി, ഇന്നിന്റെ മുറ്റത്ത് പൊന്നോണപ്പൂവേ നീ വന്നു ചിരി തൂകി നിന്നു, വന്നു ചിരി തൂകി നിന്നു.
പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറിയുമുണ്ടും ചുറ്റി. ആ നൈസ് നൈസ്. ആര്യ മോനെ തകർത്തു. ഉഗ്രൻ സോങ് സെലക്ഷൻ. പിന്നെ മോന്റെ എനിക്ക് തോന്നിയേക്കുന്നത്, എനിക്കത് ഇല്ലാത്തോണ്ടായിരിക്കാം, ബ്രെത്ത് കൺട്രോൾ ഭയങ്കരം. എന്റെ ഇടനെഞ്ചിൽ ഓർമ്മകൾ തുളുമ്പിപ്പോയി ഒന്നും കട്ട് ചെയ്യാതെ അങ്ങനെ അങ്ങ് അത് പിള്ളേർക്ക് അതൊരു അല്ലേ, ബുദ്ധിമുട്ടാണ്. അത് ബുദ്ധിമുട്ടാണ്. സൂപ്പറായി കേട്ടോ. ഓൾ ദി ബെസ്റ്റ് കേട്ടാ. താങ്ക് യു ചേച്ചി. അപ്പൊ മക്കളെ, എന്തോ അടുത്ത പാട്ട് പാടാൻ വേണ്ടിയുള്ള ശ്രമം അങ്ങോട്ട് തുടങ്ങുക. ഓക്കെ. ഓക്കെ, അപ്പോൾ ഒരു മാർക്ക് ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ടേ, ആ. ഞങ്ങൾ എല്ലാവരും കൂടെ. ആ. സോ ഓൾ ദ ബെസ്റ്റ്. ആദ്യ ഒരു ആര്യപ്പൂക്കുറ്റി. താങ്ക് യു സാർ. ഓൾ ദ ബെസ്റ്റ്. All the best. കുറുമ്പുകൂട്ടിൽ നിന്നും നമ്മുടെ ഭദ്രക്കുട്ടി എത്തുകയാണ്. വെൽക്കം ഭദ്രക്കുട്ടി ഓൺ സ്റ്റേജ്. എന്റെ പൊന്നേ, എന്റെ ചക്കര, ഇത് എവിടുന്ന വിളി കേൾക്കുന്നത്? കാണുന്നില്ലായിരുന്നല്ലോ ഞാൻ. എന്തോ എന്നുണ്ട് വിശേഷം? ഇല്ല മക്കളെ, എന്ത് മക്കൾക്ക് കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നമ്മളെ ഒന്നും കണ്ടില്ലേ? ആ നേരെ വന്ന് റിമി ആന്റി. ഞാൻ ആദ്യമായിട്ടല്ലേ, ഒന്ന് വിളിക്കട്ടെ. നിങ്ങളെ എന്നും കാണുന്നല്ലേ, ആ കൊച്ചു മടുത്ത്. അല്ല അതെ അതെ, ഒരു സെക്കൻഡ് മക്കളെ. ആ, പിന്നെ ഈ റിമിയുടെ അടുത്ത് റിമിയുടെ സംസാരിക്ക്. ഒന്നും ചോദിക്കാനില്ലേ? ഞാൻ ഇങ്ങനെ മറുപടി പറയാൻ വേണ്ടി ഇങ്ങനെ വെമ്പി നിക്കുക. സുഖാണോ? സുഖാണ് മോളെ. മോക്കോ? നല്ല സുഖം. ആണോ? ഇവിടെ വന്നിട്ടാണ് എത്ര സുഖം. ഇവിടെ ഒത്തിരി ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. തണുപ്പുള്ളതും കൊണ്ടൊരു സുഖം. തണുപ്പുള്ളതുകൊണ്ട് സുഖം. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇവിടെ ഇവിടെ പൊതപ്പെടുത്ത് പൊതയ്ക്കാൻ തോന്നണ്. അത്ര തണുപ്പുണ്ടോ കുഞ്ഞെ? ദേ മീനുട്ടിയുടെ സ്റ്റോൾ ഉണ്ട്. പുതപ്പിച്ച് നിർത്തട്ടെ ഇവിടെ. അതിന്റെ നാറ്റം എങ്ങനെ സഹിക്കും കുഞ്ഞെ? അശ്വതിയുടെയോ? ഞാൻ തരില്ല, കൊടുക്കില്ല. ഏത് പാട്ടാ പാടുന്നത്? അമ്പാടി തണ്ണീലോരുണ്ണി. ആഹാ, ബലെ, ബലെ. അപ്പൊ ആരാ എന്റെ മ്യൂസിക്? മ്യൂസിക് ദേവരാജ മാഷ്. പിന്നെ മാഷ്. ഓക്കെ. അല്ല, മാഷ്. ഓക്കെ. മാഷ്. വേറെ അടുത്തത് ലിറിക്സ് എഴുതിയത് വയലാർ രാമവർമ്മ വർമ്മൻ. വയലാർ രാമവർമ്മ സാറ്. പിന്നെ പാടിയത് മാധുരിയമ്മ. ഓക്കെ. സിനിമ ചെമ്പ്രത്ത്. മിടുക്കി മിടുക്കി. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമുക്ക് പാടാം. പാടാം. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. റെഡി? താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. All the best. All the Thank you. best.
തുടങ്ങി. വെരി ഗുഡ് വെരി ഗുഡ്. എല്ലാവരും കമന്റ്സ് പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. മോളെ കമന്റ്സ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എന്റെ മകള് പറഞ്ഞു. അതെ. തന്നെ പറഞ്ഞു. കഴിഞ്ഞു. ഒന്നും പറയാനില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് എല്ലാവർക്കും പറയാനുള്ളത് മോൾ അസാധ്യമായിട്ട് പാടി. അതെ, ഞങ്ങൾക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ഞങ്ങൾക്കും അത് തന്നെ പറയാനുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഉണ്ണിക്ക് കുളിക്കാനല്ല, ഉണ്ണിക്ക് കളിക്കാൻ എന്താണ് യമുനാ ജലം. അപ്പൊ യമുന. ഉണ്ണിക്ക് പനി വരത്തില്ലേ മക്കളെ? ഉണ്ണിക്ക് കുളിക്കാനല്ലേ യമുനാ ജലം, അത് കളിക്കാനെന്ന് പാടി രണ്ടാമത്തെ വട്ടം. വെള്ളത്തിൽ കളിച്ചാ പനി വരും. അല്ല കേട്ടോ? കൃഷ്ണൻ അങ്ങനെയൊന്നും വരത്തില്ല. ശരി, സോറി അണ്ണ, ഞാനത് മനസ്സിൽ വിചാരിച്ചില്ല. ആ കൃഷ്ണനാകുമ്പോ പിന്നെ കുഴപ്പമില്ല. എനിക്കൊരു കാര്യം പറയാനുണ്ട്. സംഗതികളൊക്കെ കിടിലോ അതെ, അടിപൊളിയായി. കിടിലോസ്കി. അല്ല റിമി എന്ത് പറയുന്നു? എനിക്കിതൊന്നും അല്ല ഇഷ്ടപ്പെട്ടെ. ഉണ്ണീവാ കണ്ണന ഉണ്ണീവാ. അതെ, അതെ, പിന്നെ അതെ. ഗോപി നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതാ ഇങ്ങനെ അത് വല്ലാത്തൊരു ഗോപി. വല്ലാത്ത ഗോപി, ടയർ റിപ്പയർ ചെയ്യുന്ന ഗോപി എനിക്ക് ഓർമ്മ വന്നു. ഗോപി കഴിഞ്ഞിട്ട് ഒരു പൂ ഇടുന്നുണ്ടായിരുന്ന. ഗോപി കഴിഞ്ഞിട്ട് പൂ നിട്ടേ മോളെ. ഗോപി പൂ ആ ഉണ്ണിക്ക് മുടിയിൽ ഉണ്ണിക്ക് മുടിയിൽ പീലി പൂ. അരെ വാ ഉസ്താദ്. എന്താണ് ആ എക്സ്പ്രഷൻ? ആസാദ്യം മോളെ, ആസാദ്യം കേട്ടാ. ഒരു ലവ് യു മുത്തേ. ഉമ്മ. താങ്ക് യു. രമ്യ ഒന്നി പഠിക്കുന്ന കൊച്ചാണ് കേട്ടോ. 5 വയസ്സുള്ള കൊച്ച്. അത് കാണാപ്പാടം പാടി ആക്ഷൻ. അഞ്ചല്ല, 6. 6ഉണ്ടോ? ഞാൻ അതെങ്ങനെ ഒന്നില്ല. റിമിയൊക്കെ 3 വയസ്സിലാ 1ാം ക്ലാസ്സിൽ പഠിച്ചത്. മക്കളെ ഞങ്ങളുടെ കമന്റ്സ് എല്ലാം കഴിഞ്ഞു. ഇനി മക്കൾ പറയാനുള്ളത് പറഞ്ഞു. പറയാൻ എന്താന്ന് വെച്ചാൽ പറഞ്ഞോളൂ. ഞാൻ ഈ പാട്ട് പാടിയത് എൻ്റെ മുത്തശ്ശനും അമ്മാമ്മയ്ക്കും കൂടെ വേണ്ടിയിട്ടാ. എൻ്റെ മുത്തശ്ശനും അമ്മാമ്മ ഇപ്പം ഞങ്ങളുടെ കൂടെ ഇല്ല. അവര് ഉണ്ണിക്കണ്ണൻ്റെ അടുത്തോട്ട് പോയെന്ന് എൻ്റെ അമ്മ പറയാറുണ്ട്. അയ്യോടാ. വാസുമുത്തശ്ശന് ഉണ്ണിക്കണ്ണനെ ഒത്തിരി ഇഷ്ടമായിരുന്നു. വാസുമുത്തശ്ശൻ എല്ലാ മാസവും തൊഴാനായിട്ട് ഗുരുവായൂരമ്പലത്തിൽ പോവായിരുന്നു. എൻ്റെ വാസുമുത്തശ്ശന് ഉണ്ണിക്കണ്ണനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. വാസുമുത്തശ്ശൻ ആരാന്നറിയോ? എൻ്റെ അമ്മയുടെ അച്ഛനാ. അമ്മാമ്മ എൻ്റെ അമ്മയുടെ അമ്മയാ. MG അങ്കിൾക്ക് അറിയാമോ? എൻ്റെ വാസുമുത്തശ്ശൻ്റെ പേര് എൻ്റെ ഉണ്ണിക്കണ്ണൻ്റെ പേര് തന്നെയാ. വാസുദേവൻ എന്നാ പേര്. അമ്മാമ്മയുടെ പേര് ഭാരതി. അപ്പൊ ഞാൻ ഈ പാട്ട് പാടിയത് അവർക്കും കൂടെ വേണ്ടിയിട്ടാട്ടോ. അയ്യോടാ. വെരി ഗുഡ് മോളെ, അയ്യോ. വെരി ഗുഡ്. നമുക്കൊരു ഇച്ചിരി സങ്കടം കൂടെ വന്നുപോയി അത് കേട്ടപ്പോ കേട്ടോ. പക്ഷെ സങ്കടപ്പെടുന്ന വാസമുത്തശ്ശനും പിന്നെ ആരാ മുത്തശ്ശി ഇരുന്ന് കാണുന്നുണ്ട് കേട്ടോ. ഇത് അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നവര്. സന്തോഷമായി കാണും ഈ ഭയങ്കര പാട്ട് ഹാപ്പി ആയി. കേട്ടപ്പോ. അതെ. അവരുടെ തുള്ളിച്ചാടുക ഇങ്ങനെ കണ്ടിട്ട്. ഓ ഞങ്ങളുടെ ചക്കരക്കുട്ടി ഒന്ന് പാടുന്ന കണ്ടില്ലേ എന്ന് കേട്ടാ. ആ എന്തൊക്കെയാലും കുഞ്ഞിന് എല്ലാ ഐശ്വര്യം ഉണ്ടാവട്ടെ. മക്കളുടെ കൂടെ ശ്രീകൃഷ്ണൻ ഉണ്ട് കേട്ടോ അതെ, മക്കളെ. തീർച്ചയായിട്ടും. ഭദ്രക്കുട്ടി എന്തോ? സൂപ്പറായിട്ട് പാടി. താങ്ക് യു. മോള് പറഞ്ഞതെല്ലാം മനസ്സിൽ ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ. ഉം. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. ആടി ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ ഭദ്രപ്പൂക്കുറ്റി. താങ്ക് യു. ടാറ്റാ. ടാറ്റാ. പാട്ടിന്റെ പൊൻകുരുന്നുകളുടെ പ്രിയ വേദിയിലേക്ക് നമ്മുടെ സ്വന്തം മെറിൽ എത്തുന്നു. വെൽക്കം മെറിൽ ഓൺ സ്റ്റേജ്. ഹലോ ഹായ്. എന്ത് രസായി അതെ, കൊച്ചിനെ അടിപൊളി കാണാൻ. ഡ്രസ്സാണല്ലോ ഇന്ന്. അല്ല കഴിഞ്ഞ ദിവസം ഒരു ഗോൾഡൻ ഡ്രസ് അത് തന്നെ. അപ്പൊ ഒരു അതായിരുന്നു ഈ കൊച്ച്. ഒരു പാട്ട് ലുക്ക് മാറ്റും അല്ലേ? അതെ. ഒരു ലുക്കിൽ തന്നെ വരില്ല. മറ്റേ ഇഴച്ചടിച്ചാണ് വന്നത്. മോള് വരുന്നത് ഞാൻ കണ്ടില്ല. ചെരുപ്പ് ഹീലില്ലാത്ത ചെരുപ്പ്. അതാണെന്ന് നല്ല രീതിയിൽ നടന്നു വന്നത്. വെരി ഗുഡ് മോളെ. താങ്ക് യു. ഏതാ കുഞ്ഞു പാടുന്നേ? തമ്പുരു താനേ ശ്രുതി മീട്ടി. എന്തിന്? ഏതോ കാട്ടിലിരിക്കുന്ന തമ്പുരാന്ന് തോന്നുന്നു. ആരും ഇല്ലല്ലോ. എന്റെ അടുത്ത പേര് എന്തോ? എൻ തങ്കക്കിനാവിൻ മണിയറി. ഓ അത് കഴിഞ്ഞിട്ട് താളലയങ്ങ് ആ. ഈനി വിടർത്തിയൻ ആ. സങ്കൽപ്പത്തിൻ നന്ദുണിയിൽ. നന്ദുണി എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്കറിയില്ല. പഴന്തുണി എന്നായിരിക്കും വിചാരിച്ചേക്കുന്നത്. അറിയാമോ നന്ദുണി എന്ന് പറഞ്ഞാല്? ഒരു ശബ്ദം ഉണ്ടാക്കും. ടോങ് ടോങ്. പണ്ടുള്ള ഇൻസ്ട്രുമെന്റ് അത്. ആ തുന്തന എന്ന് പറയും നമ്മുടെ തമിഴ്നാട്ടിൽ. അതാണ് തുടക്കം മാംഗല്യം തന്തുനാനേന. ഓ തുന്തനാനേന. ഒരു മധുവിന്റെ തുന്തനക്കായിരുന്നു. അല്ല ഇത് ഞാൻ പ്രോത്സാഹിപ്പിക്കരുത്. കാരണം ഇത് കേട്ട് ഞാൻ ഇവിടുന്ന് മറ്റേ ഇത് ഇട്ടിട്ട് മടുക്കും. മക്കളെ ഡീറ്റെയിൽസ്. തമ്പുരു താനേ ശ്രുതി മീട്ടി പാട്ട്. പാട്ട് സിനിമ എന്റെ മോഹം പൂവണിഞ്ഞു. ഇല്ല അല്ല അല്ല
എന്റെ മോഹം പൂവണി. അല്ല, അല്ല ഞങ്ങൾ സമ്മതിക്കില്ല. നമുക്ക് സിംഗിൾ നേരിട്ട് പറയൂ. ഇഷ്ടം. ഞങ്ങൾക്ക് നമ്മുടെ സിംഗിൾ മോഹം പൂവണിഞ്ഞു. നമ്മുടെ മോഹം. ആ പള്ളി പോയി പറഞ്ഞാൽ നമ്മളോട് അശ്വതി എന്താ പറയൂ. പറയാ, നീ എന്താ പറഞ്ഞേ? എന്റെ മോഹം പൂവണിഞ്ഞു. എന്റെ മോഹം പോയി. ഞാൻ നമ്മുടെ മോഹം പൂവണിഞ്ഞു. ഞങ്ങളുടെ മോഹം പൂവണി. വെരി ഗുഡ് മോളെ, വെരി ഗുഡ്. നീ എന്തൊക്കെയാലും ഈ വേദി ധന്യമാക്കി. മക്കളെ, എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു. അതെ, ബാക്കി മ്യൂസിക് ദക്ഷിണമൂർത്തി സാർ, ലിറിക്സ് ബിച്ചു തിരുമല സാർ, പിന്നെ പാടിയത് എസ് ജാനകി അമ്മ. വെരി ഗുഡ്, വെരി ഗുഡ്, ബ്യൂട്ടിഫുൾ സെലക്ഷൻ. ഓൾ ദ ബെസ്റ്റ്. All the best, മോളെ. All the best. All the All the best. best. തമ്പുരു താനേ ശ്രുതി മീട്ടി ഗാമരി സനി സദനി പദമപ രേ ഗമ എൻ തങ്കക്കിനാവിൻ മണിയറയിൽ തമ്പുരു താനേ ശ്രുതി മീട്ടി എൻ തങ്കക്കിനാവിൻ മണിയറയിൽ താളലയങ്ങൾ പീലി വിടർത്തിയൻ സങ്കൽപ്പത്തിൻ നന്ദുണിയിൽ മണിത്തമ്പുരു താനേ ശ്രുതി മീട്ടി. പൂജിച്ച വീണയിൽ പൂവുകൾ വിടരാൻ വ്രതവും ധ്യാനവും നോറ്റൊരു കാലം ഗന്ധർവ കിന്നരി ജതിനാദവുമായി വസന്തമാവഴി വന്നു. അന്നിന്റെ മൗനം എന്നോടു മന്ത്രിച്ചു എവിടെയായിരുന്നു ഇതുവരെ, എവിടെയായിരുന്നു തമ്പുരു താനേ ശ്രുതി മീട്ടി. ആലില ദീപങ്ങൾ ആരതിയൊഴിയും അനുഭൂതികളുടെ അമ്പലനടയിൽ അർദ്ധനാരീശ്വര പ്രതിമയുണർന്നു, അനുഗ്രഹങ്ങൾ വിടർന്നു. ഇന്നെന്റെ ഹൃദയം ധന്യാസി പാടുന്നു, അതിന് താളമിടാൻ മനസ്സൊരു മൃദംഗമായിരുന്നു. തമ്പുരു താനേ ശ്രുതി മീട്ടി എൻ തങ്കക്കിനാവിൻ മണിയറയിൽ താളലയങ്ങൾ പീലി വിടർത്തിയൻ സങ്കൽപ്പത്തിൻ നന്ദുണിയിൽ മണിത്തമ്പുരു താനേ ശ്രുതി മീട്ടി തങ്കക്കിനാവിൻ മണിയറയിൽ. ശബാഷ്. ഗുഡ് ശബാഷ്, ഗുഡ് ശബാഷ്, ശബാഷ്. ഗുഡ് 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 Nice. മിറൽ എന്തോ. നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. ഒരുപാട് പോർഷൻസും മോള് നല്ല അതിമനോഹരമായിട്ട് താങ്ക് യു സർ. എക്സ്പ്രഷനൊക്കെ വളരെ നന്നായിരുന്നു. കുറച്ച് പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു, ലേശം ലേശം. ആ. അപ്പൊ തുടക്കത്തിനെക്കാട്ടിൽ എത്രയോ ബെറ്ററായി.
ഇതിനകത്ത് പാടുന്ന എല്ലാ കണ്ടസ്റ്റൻസിനും ഒരുപാട് മാറ്റങ്ങളുണ്ടായി. കാരണം അവർ പഠിച്ച് പിന്നെ നിങ്ങളുടെ ഗ്രൂമേഴ്സ് പറഞ്ഞു തരുന്നത്, പിന്നെ ഞങ്ങൾ ലാസ്റ്റിൽ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യുന്നത്, ഇതെല്ലാം കൂടെ ചേർന്നിട്ട് നിങ്ങളൊരു എന്താണ് ഒരു സ്ഫടികമായിട്ട് മാറുകയാണ് അല്ലേ? സ്ഫുടം ചെയ്തെടുക്കുക. ആലില ദീപങ്ങൾ, ക്രാക്ക് വന്നു. ആ അപ്പൊ അനുഭൂതികളുടെ അമ്പലനടയിൽ കിച്ച് വന്നു. അപ്പൊ കിച്ച്. ഓക്കെ, അങ്ങനെ ഒരു ചെറിയൊരു പ്രോബ്ലം വന്നു അവിടെ. പിന്നെ ലാസ്റ്റ് അത് കഴിഞ്ഞ വന്ന എക്സ്പ്രഷനൊക്കെ നന്നായിരുന്നു. പിന്നെ ലാസ്റ്റിലും ഇതുപോലെ തന്നെ ഒരു കിച്ച് വന്നെന്ന് തോന്നുന്നു എനിക്ക്. തങ്കക്കിനാവിൻ അവിടെ എവിടെ ഒരു സ്ഥലത്ത് അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ വലിയൊരു മേജർ ഡാമേജസ് ഒന്നുമില്ല. നന്നായിരുന്നു. പിന്നെ ശബ്ദം നല്ല പവർഫുൾ ആയിരുന്നു ഇന്ന്. മോഡുലേഷൻസ് എല്ലാം നന്നായിരുന്നു. എല്ലാം കൊണ്ടും ഒരു സുഖമുണ്ടായിരുന്നു കേൾക്കാൻ. ഓൾ ദി ബെസ്റ്റ്. മക്കളെ മെറിലേ, എന്തോ നല്ല പാട്ട് മോളെ, എന്ത് സുഖമാണ് കേൾക്കാൻ. ഒരു ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ. മക്കൾ നന്നായിട്ട് പാടി. താങ്ക് യു സർ. എനിക്ക് തോന്നിയ ഒരു സംഭവം, ശ്രുതി മീട്ടി എന്നുള്ള ബ്യൂട്ടിഫുൾ. മക്കളെ മീട്ടി ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യം മാത്രം ശരിയായിരുന്നു, പിന്നെ എല്ലാം അത് നോക്കിക്കൊള്ളുക കേട്ടോ. അത് മോക്ക് അറിയാവുന്നതാണ്. ചിലപ്പോൾ നമ്മുടെ ഒരു പ്രഷർ നമ്മുടെ അതാണല്ലോ നമ്മുടെ വെല്ലോസിൽ നിന്ന് വരുന്നതായിട്ടാണ്. അത് നോക്കിക്കൊള്ളാം മക്കളെ കേട്ടോ. ആ വെരി ഗുഡ്. അപ്പൊ എല്ലാം ഉണ്ട്, കയ്യിലുണ്ട്. കയ്യിലിരിപ്പ് എല്ലാം നല്ലതാ. പക്ഷെ അത് കൃത്യ സമയത്ത് വരണം മക്കളെ. പിന്നെ പൂജിച്ച മക്കളെ അതുപോലെ ആലില്ല. ഇതേ സെയിം പ്രോബ്ലം. അതിനൊരു കോൺഫിഡൻസ് കുറവ്, ആരതി ഒഴിയും. അതാ എം ജി അങ്കിള് പറഞ്ഞു അമ്പല എന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് വേറൊരാള് നമ്മുടെ ശരീരത്ത് കയറിയിട്ട് ഡ്യുവൽ പേഴ്സണാലിറ്റി എന്നൊക്കെ പറയത്തില്ലേ, ഈ പ്രേതം അകത്തേക്ക് പോകുന്ന ഐറ്റം. അതുപോലെ ഞാൻ പേടിച്ചു. മോളെ ആദ്യം തമ്പുരു താനേ ശ്രുതി മീട്ടി എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ ചെറിയ ഉൾക്കടലും ഉണ്ടായി. പക്ഷെ ബാക്കിയെല്ലാം നന്നായിരുന്നു കേട്ടോ മോളെ. പലതും മോള് പാടി നല്ല സുഖമുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ കുറേ മോള് പാട്ട് ശ്രദ്ധിച്ച് പഠിക്കുന്നുണ്ട്. കൃത്യസമയത്ത് വരുന്നില്ല എന്നുള്ളൊരു കുഴപ്പമുള്ളൂ കേട്ടോ. ഇപ്പൊ അതങ്ങനെ പോവാം മോളെ. ദൈവത്തിനെയൊക്കെ പ്രാർത്ഥിക്കുവോ? ദൈവഭക്തിയൊക്കെ ഉണ്ടാവും. അങ്ങനെ ദൈവത്തിനെ ശല്യപ്പെടുത്തരുത് മോളെ. കുറച്ച് പ്രാർത്ഥിക്കുക. ദൈവം കേൾക്കും. ദൈവം കേൾക്കാതിരിക്കുക. അതുപോലെ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന ഡെഫിനറ്റ് ആയിട്ട് കേൾക്കും ദൈവം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. നന്നായിരുന്നു, ഉഗ്രനായിട്ട് പാടി കേട്ടോ. ആ ഹമ്മിങ് ഒക്കെ അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഹമ്മിങ് കേട്ടോ നന്നായിരുന്നു. നല്ല ശ്രുതി ശുദ്ധമായിട്ട് പാടി. വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആ ഹസ്കി വോയിസിൽ അന്നെൻ്റെ മൗനം എന്നോട് മന്ത്രിച്ചു എവിടെയായിരുന്നു അതൊക്കെ അല്ലേ, ആ ഭാഗമൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെയുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പൂജിച്ച, ആലില, ഉഴിയും, അനുഭൂതികളുടെ അമ്പലനടയിൽ, പിന്നെ ലാസ്റ്റിലെ തങ്ക, അത് അപ്പൊ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ പല ഭാഗങ്ങളും വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. മെറിൽ കുട്ടി എന്ത് രസമായിട്ടാ പാടിയത്. ഉഗ്രൻ സിംഗറാണ് കേട്ടോ. ഉഗ്രൻ വോയിസ്. അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു, അറിയാണ്ട് പറഞ്ഞു പോവാ. എന്ത് ചെയ്യാനാ, നല്ല ശബ്ദമായി പോയില്ലേ. ഒരു പ്രാവശ്യം പറഞ്ഞവർക്ക് പിന്നെ പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. നല്ല ആസ്വദിച്ച് ആ ഫീലോട് കൂടി പ്രത്യേകിച്ച് ഹമ്മിങ്ങും ഓരോ ഇത് ഒരു പക്ഷേ കേൾക്കാത്ത ആൾക്കാർ പോലും മോളുടെ പാട്ടിലൂടെ ഈ പാട്ട് ചിലപ്പോൾ അവരുടെ ഫേവറേറ്റ് ആയി മാറാം. അത്ര രസമായിട്ടാണ് പാടിയത് കേട്ടോ. അപ്പം മെറിലിന്റെ സെമി ഫൈനലിലുള്ള 2 പാട്ടും കഴിഞ്ഞു ഇല്ലേ? സോ യു ആർ നൗ റിലാക്സ്ഡ്. ഇനിയിപ്പോ നോക്കണ്ട, റിലാക്സ് ചെയ്യാൻ പറ്റില്ല. ഇനി റിസൾട്ട് വരാതിരിക്കുന്ന നോക്കണ്ട അണ്ണാ. കുഞ്ഞ് റിലാക്സ് ആവത്തില്ല അണ്ണൻ. ഇനി എന്തൊക്കെ പറഞ്ഞു റിലാക്സ് ആവണം മോളെ. കാരണം അങ്ങനെ ആയില്ലെങ്കിൽ പാടാൻ ബുദ്ധിമുട്ടാ. റിലാക്സ് ആവുക. ഇനി അടുത്ത വരുന്നിടത്ത് വെച്ച് കാണാം. അടുത്ത പാട്ടുകൾ പഠിച്ചിട്ട് പെർഫെക്റ്റ് ആക്കുക. അതാണ് നോക്കണ്ടത്. അത്രേ ഉള്ളൂ. അല്ലാതെ റിലാക്സ് ആവണം. അയ്യോ ഏത് പാട്ടാണ് ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം അമ്മേ ഒരു 5 മിനിറ്റ് ഞാനിന്ന് റിലാക്സ് ചെയ്യട്ടെ കേട്ടോ. അപ്പൊ ഗോഡ് ബ്ലെസ് യു. ആദ്യ ഒരു മെറിൽ പൊക്കറ്റി. അങ്ങനെ സെമി ഫൈനൽ മത്സരങ്ങൾ ഇവിടെ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകർ വളരെ ആകാംക്ഷമായി കാത്തിരിക്കുന്ന മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലെ ഇപ്പോൾ ഇവിടെ സെപ്റ്റംബർ 15-ാം തീയതി നമ്മുടെ കൺമുന്നിൽ വരാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.